ഹലോ ഇന്നിതാ റബ്ബറിൻ്റെ കായായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കിടിലൻ ക്രാഫ്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് ഓടി വന്നതാണ്. അപ്പോൾ അത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അതിനായിട്ട് റബ്ബർ കായ എടുത്തിട്ടുണ്ട്. അതിൽ ഫുൾ യെല്ലോ പെയിൻറ്റ്, ആക്രിലിക് പെയിൻറ്റ് ജസ്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 കോട്ടെങ്കിലും അടിച്ചു കൊടുത്താലാണ് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് അതിലൊരു ഗ്രിപ്പ് ചെയ്തിട്ട് ഫിനിഷിങ് കിട്ടുള്ളൂ. നല്ല രീതിയിൽ 2-3 കോട്ട് അടിച്ചിട്ട് നല്ല യെല്ലോ കളറാക്കി വെക്കുക. എന്നിട്ട് അത് ഡ്രൈ ചെയ്യുക. അതിനുശേഷം ഒരു ഇതുപോലെ ഒരു പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ചെറിയ റൗണ്ട് ഒരു 2 റൗണ്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചെടുത്താൽ മതി. ഒട്ടിച്ചെടുത്ത് അതിനിടയിൽ ഒരു പേപ്പർ വെക്കണം. ഒരു പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി അതേപോലെ തന്നെ ഇച്ചിരി കട്ടിയുള്ള ഒരു പേപ്പർ കൊണ്ട് 2 കൈയും കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ ഞാൻ എന്തുണ്ടാക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഇനി ആ കൈയിൻ്റെ പകുതി ഭാഗത്തിന് യെല്ലോ കൊടുത്തിട്ട് ബാക്കി പോർഷൻ നമ്മൾ ബ്ലാക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ ചെറിയ കാല് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാലുണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ 2 ഷൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് രണ്ടും കൂടി ഇനി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ നേരത്തെ ഈ ഷൂവും ആ കാലും കൂടിയും നമ്മൾ ബെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മളൊരു മൗത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനും ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ മൗത്ത് കട്ട് ചെയ്തെടുക്കുക. അതിൽ പല്ലൊക്കെ വരച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് ഭാഗം കൊണ്ട് ബാക്കി പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഇതേപോലെ ഇരിക്കും. ഇങ്ങനെ ഒരു കുഞ്ഞു പീസ്. എല്ലാം വളരെ ടൈനി ആയിരിക്കണം കേട്ടോ. നമ്മുടെ അബ്രകായ അത്രയേ ഉള്ളൂ. അപ്പം അത്രയും ആ ഒരു പ്രൊപ്പോർഷൻ നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ റബ്ബർ കായ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ ഒരു ഷേപ്പിൽ നല്ല കരിനീല കളർ, അതായത് നേവി ബ്ലൂ കളറൊക്കെ വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ഫസ്റ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രീനിഷ് ഇതൊക്കെ വരും. പക്ഷേ 2-3 കോട്ട എന്തായാലും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ തിക്കായിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. വെള്ളമൊന്നും മിക്സ് ചെയ്യരുത്, അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാൻ വയ്ക്കുകയാണ്. എന്നിട്ട് അടുത്ത പണി ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാലും ഷൂവും കൂടിയും ഒട്ടിക്കാൻ പോവുകയാണ്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ട്, തെർമോക്കോളല്ലേ വേഗം ഒട്ടിക്കോളും. അപ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 കാലും അങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് നോർമൽ അതിന് കരിനീല കളർ കൊടുത്തതാണ് കേട്ടോ. ഇതേമാതിരി ഒട്ടിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉണങ്ങിയ റബ്ബർ കായ ഉണങ്ങിയിട്ടുണ്ട്, പെയിൻ്റൊക്കെ അടിച്ചു വെച്ചത്. ഇനി അതിനകത്ത് നമ്മൾ 2 കണ്ണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന്? ആ കണ്ണ് 2 മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ണായിട്ടൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ 2 കണ്ണ് ഒട്ടിച്ചു കൊടുത്തു, മൗത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇനി 2 കൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൈയും കൂടി അതിലേക്ക് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഒട്ടിക്കുന്നത്. അതൊക്കെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഷൂവും കാലൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഒട്ടിച്ചു കഴിഞ്ഞു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ്. പക്ഷെ ഞാൻ ഇത്രയും ഔട്ട്പുട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയിലായിട്ട് ഇനിയും വരാം. താങ്ക് യു. ബൈ.